കരിമണൽ ഖനനത്തിനായി സ്വന്തം വീടും സ്ഥലവും വിട്ടുകൊടുത്തവർ പെരുവഴിയിൽ. ഖനനത്തിന് ശേഷം പകരം ഭൂമി ലഭിച്ചിട്ടും സ്വന്തം വീടിന് അവകാശം ഉറപ്പാക്കാനാകാത്ത അവസ്ഥയാണ്. സ്ഥിരം കെട്ടിട നമ്പറിന് പകരം UA നമ്പർ. വീടും സ്ഥലവും ഈട് വെച്ച് ബാങ്ക് വായ്പ പോലും ലഭിക്കുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റനൻസ് ഫണ്ടും നിഷേധിക്കുന്നു. വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നിലം പൊത്താറായി. നീണ്ടകര പുത്തൻതുറയിലെ കുടുംബങ്ങൾ നേരിടുന്നത് തീരാ ദുരിതമാണ്. കരിമണൽ ഖനനം നടക്കുന്ന നീണ്ടകര, ചവറ, കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി, ആലപ്പാട് പഞ്ചായത്ത് ഇതിൻ്റെയൊക്കെ തീരങ്ങളിലാണ് താമസിക്കുന്നവർക്കാണ് ഏറെ ബുദ്ധിമുട്ട്. ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി കരിമണൽ ഖനനത്തിന് ഭൂമി വിട്ടുകൊടുത്തവർ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ദുഃഖിതരാണ്. അവർക്ക് UA എന്ന് പറയുന്ന നിലയിൽ മാത്രമാണ് വീടിന് നമ്പർ നൽകുന്നത്. ഒരു പണയം വെക്കാനോ ഒരു ലോൺ എടുക്കാനോ ഒന്നിനും ഈ ഭൂമിയിൽ കഴിയില്ല. പഞ്ചായത്തിൻ്റെയും മത്സ്യഫെഡിൻ്റെയും സഹായവും ഇവർക്ക് CSR നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് അവർ ഇപ്പോൾ ദുരിതത്തിലുമാണ്. കരിമണൽ ഖനനത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം വീടും സ്ഥലവും വിട്ടുകൊടുത്തവർക്ക് പകരം കിട്ടിയ ഭൂമിയിൽ വെച്ച വീടുകൾക്ക് ലഭിച്ചത് അൺഓതറൈസ്ഡ് വിഭാഗത്തിലെ താൽക്കാലിക നമ്പർ. വീടുണ്ട്, ഭൂമിയുണ്ട്, പതിറ്റാണ്ടുകളായി ഇവിടെ താമസവുമുണ്ട്. പക്ഷേ രേഖകളിൽ വീട് ഇപ്പോഴും അനധികൃത കെട്ടിടമെന്ന നിലയിൽ. ബാങ്കുകൾ വീടിനുമേൽ വായ്പ നൽകുന്നില്ല, പണയവും എടുക്കുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റനൻസ് ഫണ്ടും നിഷേധിക്കുന്നു. വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നിലം പൊത്താറായി. 50 മീറ്ററിനകത്തായ ഒന്നും വീടിന് അനുവാദം ഇല്ലാതിരിക്കും. മെയിൻ്റനൻസിന് പൈസ കിട്ടുന്നില്ല. ഇല്ല. ഞങ്ങളുടെ മുൻ തലമുറകൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് താമസിച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ വസ്തുക്കൾ 5000 എടുത്ത് ഞങ്ങളെ മണ്ണ് ഖനനം ചെയ്ത് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ വെച്ച് ഞങ്ങളൊരു വീട് വെച്ച്. പിന്നെ ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഒരു വീട് മാറ്റി വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. CRZ മേഖല ഉൾപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീട് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് അന്നന്ന് ജോലി എടുത്ത് ഞങ്ങൾക്ക് കഴിക്കാനേ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്ക് വീട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീട് വയ്ക്കാൻ പറ്റുന്നില്ല. വീട് പൊട്ടിപ്പൊളിഞ്ഞ് വല്ലാത്ത രീതിയിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴും ചെന്ന് നോക്കും, പക്ഷേ ലിസ്റ്റിൽ പേരുണ്ട്, ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നില്ല. CRZ മാറുന്നില്ല. ഇത് സാജ. ഇവർ ഉൾപ്പെടെ 5 അംഗ കുടുംബം താമസിക്കുന്നത് ഈ ചരിഞ്ഞ പുരയിൽ. CRZ ഉൾപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്ക് പെര കിട്ടുന്നില്ല. ഞങ്ങളുടെ വീടൊന്നും മറിഞ്ഞു വീണതായിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ ഒരു ഷെഡിനകത്ത് ഞങ്ങൾ 5 പേരും കൂടെ കിടക്കുക. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, എൻ്റെ ഭർത്താവിനും സുഖമില്ലാത്ത. എൻ്റെ അമ്മ ഈ മണ്ണിലാണ് കിടക്കുന്നത്. ക്യാൻസറായിരുന്നു. അപ്പോൾ ഇച്ചിരി കുറവുണ്ട്. എൻ്റെ അമ്മ ഒരു വർഷം തളർന്നതായിരുന്നു. ഈ മണ്ണിലാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യം സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. 2019 അംഗീകൃത CSMP പ്രകാരം ബന്ധപ്പെട്ട CRZ മേഖലകളിൽ HTയിൽ നിന്ന് 50 മീറ്റർ വരെ നോൺ ഡെവലപ്മെന്റ് സോൺ വ്യവസ്ഥ ബാധകമാണ്. മാത്രമല്ല 500 മീറ്റർ വരെ CRZ നിയമം പ്രകാരം മനുഷ്യജീവിതം ദുസ്സഹമാകും. ആദ്യം ഈ 100 മീറ്റർ ആയിരുന്നു, ഇത് 50 മീറ്റർ ആക്കിയിട്ടുണ്ട്. ഈ 50 മീറ്ററിന് അപ്പുറത്തുള്ള ആളുകൾക്ക് നമുക്ക് വീട് കൊടുക്കാം, പക്ഷേ മെയിൻ്റനൻസ് കൊടുക്കാൻ പറ്റില്ല. പൊട്ടിപ്പൊളിഞ്ഞ ഒട്ടേറെ വീടുകളുണ്ട്, അവർക്കൊന്നും മെയിൻ്റനൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പഞ്ചായത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് ഇതേപോലെയുള്ള ഒട്ടനവധി വീടുകൾ നമ്മുടെ ഈ വാർഡിലുണ്ട്. അവർക്കും നമുക്ക് വീട് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഒത്തിരി ആളുകളെ കൊണ്ടുവന്ന് കാണിച്ചു, എങ്ങനെങ്കിലും ഇവർക്കൊരു കിടക്കാടമാക്കി കൊടുക്കണമെന്ന്. പക്ഷേ എല്ലാവരും പറഞ്ഞതുപോലെ വന്ന് കണ്ടു പോകുന്നതല്ലാതെ യാതൊരു മാർഗവും അതിനകത്ത് ഇല്ല. നമുക്കൊരുപാട് വിഷമമാണ്. കാരണം നിരന്തരം നമ്മുടെ അടുത്ത് വന്ന് പറയുന്നു, വീട് പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഖനനത്തിനായി ഭൂമി വിട്ടുകൊടുത്തവർക്ക് പകരം ലഭിച്ച ഭൂമിയിൽ അവകാശം മാത്രം പോരാ, അവകാശം രേഖകളിലും ഉറപ്പാക്കണം. സ്ഥിരം കെട്ടിട നമ്പറും നിയമപരമായ രേഖകളും ലഭിച്ച് സ്വന്തം വീടും സ്ഥലവും സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനമാക്കാൻ കഴിയണം. ഇതൊക്കെയാണ് നീണ്ടകര പുത്തൻതുറയിലെ ഈ കുടുംബങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കേട്ടില്ലേ? ഇപ്പോൾ നമ്മൾ ആ നീണ്ടകരയിലെ ആ സാജയുടെ വീടിൻ്റെ ഉൾവശം ഒന്ന് കാണണം. മണ്ണ്, ഇവിടെ തറയില്ല. ഇത് വീടാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു ഷെഡ്, അത്രയേ പറയാനൊക്കത്തുള്ളൂ. കാലിത്തൊഴുത്ത് ഇതിനേക്കാളും ഭേദമാണ്. പശുക്കളൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ കന്നുകാലികൾ കിടക്കുന്നത് ഇതിനേക്കാളും വൃത്തിയായി ഫാനും ഒക്കെ ഇട്ടാണ് അതിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഈ അമ്മയും ക്യാൻസർ ബാധിതനായ ഭർത്താവ്, അതേപോലെ തന്നെ ഈ ഇവിടുത്തെ സഹോദരിയും അവരുടെ 2 മക്കളും 5 പേർ ഈ മണ്ണിലാണ് കിടന്ന് അവർ ഉറങ്ങുന്നതും അവരുടെ ജീവിതവും ഒക്കെ പോകുന്നത്. ഇതാണ് ഇവരുടെ ഈ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ഇവരുടെ ജീവിതം.
ഈ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര നിയമം പലപ്പോഴും മനുഷ്യനെ, അതിപ്പോൾ വനമാണെങ്കിലും തീരമാണെങ്കിലും കേന്ദ്ര നിയമങ്ങൾ പലപ്പോഴും മനുഷ്യനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതിപ്പോൾ IR ഏറ്റെടുത്ത ആ മണ്ണിൽ തിരികെ കൊടുക്കുന്നവർക്ക് സ്ഥിരം നമ്പർ പോലും കിട്ടുന്നില്ല. ഇവർക്കൊരു ലോൺ പോലും എടുക്കാൻ കഴിയില്ല, വിൽക്കാനും കഴിയില്ല, പണയം വെക്കാനും കഴിയില്ല. അതിനാണ് പരിഹാരം വേണ്ടുന്നത്. ക്യാമറമാൻ VS രമേഷിനൊപ്പം രാജ്കുമാർ.